കേന്ദ്രത്തിന്റെ തീരുമാനമല്ലേ. 1965-ൽ ജ്യേഷ്ഠനൊപ്പം ചായക്കച്ചവടത്തിനായി കറാച്ചിയിലേക്ക് പോയതായിരുന്നു കോഴിക്കോട് കൊയിലാണ്ടി പുത്തൻപുരയ്ക്കൽ ഹംസ. ശേഷം 4 തവണ കേരളത്തിൽ വന്നു മടങ്ങി. ഇതിനായി പാകിസ്ഥാൻ പാസ്പോർട്ടും എടുത്തു. 2007-ൽ കേരളത്തിൽ തിരിച്ചെത്തി പൗരത്വത്തിനുള്ള അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടില്ല. താൽക്കാലിക വിസയിലാണ് കേരളത്തിൽ തുടരുന്നത്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാക് പൗരത്വമുള്ളവർ രാജ്യം വിടണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനം വന്നതോടെ ആശങ്കയിലായിരിക്കുകയാണ് ഹംസയും കുടുംബവും. കറാച്ചിയിൽ അങ്ങനെ ഉത്തരവും കൊണ്ടുപോയി. പിന്നെ അതിൽ തന്നെ ബെൽസും പൂക്കും എല്ലാം ആയിരുന്നു. പിന്നെ 72 യുദ്ധം കഴിഞ്ഞ് ബംഗ്ലാദേശ് വേറെ ആയതിനു ശേഷം പിന്നെ വഴി മുട്ടി. പിന്നെ പാസ്പോർട്ട് എടുത്ത് അവിടെ നിന്ന് വരേണ്ടി വന്നപ്പോൾ അവിടുന്ന് പാസ്പോർട്ട് എടുത്തിട്ട് ഇവിടെ വേണ്ടി വന്നു, നാട്ടിൽ വന്നു. കൊയിലാണ്ടി മാപ്പിള ഹൈസ്കൂളിലെ സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഇപ്പോൾ ഹംസയുടെ കയ്യിലുള്ള രേഖ. ഇന്ത്യയിൽ താമസിക്കാൻ അനുവദിക്കണമെന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുമുണ്ട്. ഈ മാസം 27-നകം രാജ്യം വിടണമെന്ന് കാണിച്ച് കൊയിലാണ്ടി പോലീസ് ഇവർക്ക് നോട്ടീസ് നൽകി കഴിഞ്ഞു. നിയമപ്രകാരമല്ലേ എന്തും ചെയ്യാനും, നിയമപ്രകാരമല്ലേ, നിയമം എല്ലാവർക്കും ബാധകല്ലേ. അതിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു സാധാപം ഉണ്ടെങ്കിൽ എന്തും നടക്കും. ഇവിടെ ജനിച്ചതും ഇവിടെ പഠിച്ചതും ഇവിടുന്ന് കല്യാണം കഴിച്ചതും എല്ലാം തന്നെ. ഇവിടെ ജീവിച്ച് ഇവിടുന്ന് മരിച്ചു പോകാനുള്ള ബോധി വേറെ ഒന്നുമില്ല. മനസ്സിലൊരു പ്രാർത്ഥന അത് തന്നെയാണ് എപ്പോഴും. വടകര സ്വദേശി കമറുന്നീസ, സഹോദരി അസ്മ എന്നിവർക്കും രാജ്യം വിടണമെന്ന് കാണിച്ച് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മലയാളികളായ ഇവരുടെ പിതാവ് കറാച്ചിയിൽ ബിസിനസ്സുകാരനായിരുന്നു. 92-ലാണ് ഇരുവരും ഇന്ത്യയിലേക്ക് മടങ്ങിയത്. ഇന്ത്യയിൽ താമസിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് നോട്ടീസ് ലഭിച്ചവരുടെ തീരുമാനം. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.